അളിയ പണി പാടിയിരിക്കുക. അളിയ അവന്റെ പെങ്ങളുടെ കല്യാണം. പക്ഷെ തലേ ദിവസം ഇട്ട് നിൽക്കാൻ പൊന്നു വേണം പെണ്ണിന്. അതാ പ്രശ്നം. നാളെ അജേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ വരും. ആ ജ്വല്ലറിയുടെ ആളാ. ഇങ്ങോട്ട് കയറി കുത്തനാവൻ. ഒരെണ്ണം ഒഴിക്കട്ടെ. അല്ല, കാര്യങ്ങൾ എങ്ങനെ? ഞങ്ങളില് കുറച്ച് കാശിരിപ്പുണ്ട്. അത് ഞങ്ങൾ ജ്വല്ലറി കൊടുക്കണോ? അത് പൈസ കൊടുക്കണ്ട. നമ്മുടെ ഇടപാട് ജ്വല്ലറിക്കാരുമായിട്ടല്ല കേട്ടോ. ജ്വല്ലറി സ്വർണ്ണം എടുക്കുന്നത് ഞാനാ. ഈ PP അജേഷ്. അളിയൻ ഈ മടിയിൽ ജ്വല്ലറി എന്ന് കേട്ടോ. എന്ന് വെച്ചാൽ ഈ മടിയിൽ കൊണ്ടുവരുന്ന ജ്വല്ലറി. കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും. സാധനം നേരത്തെ കൊടുക്കും. പിറ്റേന്ന് പിരിച്ചു കിട്ടിയ കാശ് വെച്ച് കണക്ക് സെറ്റ്. മടിയിൽ സ്വർണ്ണം കൊണ്ടുവരുന്നോണ്ടാണ് മടിയിൽ ജ്വല്ലറി എന്ന് പറയുന്നത്. നടക്കും ജ്വല്ലറി എന്നും പറയും. ഞാനതാ. അല്ല, ഇതിനകത്ത് പിന്നെ റിസ്ക് ഇല്ലേ? അത് കുഴപ്പമില്ല അളിയ. ചങ്കറപ്പുള്ളൊരുത്തം വന്നു വിചാരിച്ചാൽ PP അജേഷ്. പൊന്നെല്ലാം കൂടെ വല്ലവനും എടുത്തോണ്ട് എന്ത് ചെയ്യും? ഇച്ചിരി പ്രശ്നമുണ്ട്. എവിടാ പ്രശ്നമില്ലാത്തത്? എത്രത്തോളം പ്രശ്നം? അതാ പ്രശ്നം. അത് പറ. എന്റെ പൊന്നെവിടെ? എവിടാ ചെറുക്കന്റെ വീട്? ആ കല്യാണക്കുറി എടുത്തോണ്ട് അഡ്രസ് ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം. നീ തലവെട്ടി തരാന്ന് കേട്ടോ. വാശിയാണ് ചെന്ന് കയറി കൊടുക്കട്ടോ. വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞു. വാശി ഉണ്ടടാ. എന്റെ ചോറിലാണ് നീ നിന്റെ പെങ്ങളും കൂടെ മണ്ണ് വാരിയിട്ടത്. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്ന് വാങ്ങിച്ചോണ്ട് വരുവാടാ. അതിന് എല്ലാം എന്റെ തല പോവാണെങ്കിൽ എനിക്ക് ആ തല വേണ്ട. തൂങ്ങാൻ പോയി. എന്റെ സ്വർണം പറ്റിച്ച് നിന്റെ പെങ്ങള് പോയി. ഫിനാൻഷ്യത്തിന് മുമ്പിൽ ഞാൻ കള്ളന്. എന്റെ ജീവിതത്തിന് അടിക്കലാണ് ഇളകി കിടക്കുന്നത്. ഞാനല്ലടാ കാര്യം തൂങ്ങേണ്ടത്. ഒരു ഫോൺ കോൾ ചെയ്ത് ഈ മുറിയിൽ ഇപ്പൊ ലക്ഷങ്ങൾ വരും. എങ്ങനാ? അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളയാണ് അജേഷ് ഉണ്ടാക്കിയെടുത്താണ്. അതാ ഇല്ലാതെ. ഈ സ്വർണ്ണം അല്ലെങ്കിൽ പിന്നെ അജേഷ് ഇല്ല. അതിന്റെ ഇടയിലാണ് നീ എന്താ പപ്പ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ആംബ്രോ ഒരു അബദ്ധം പറ്റി പോകണം. പൊന്നു വെട്ടിച്ച പെണ്ണ് പൊക്കളഞ്ഞു. നീ അതുകൊണ്ട് മുങ്ങിയെന്നാണ് പപ്പ വിചാരിച്ചിരിക്കുന്നത്. വേറെ ആരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാലും നിന്റെ കയ്യിൽ നിന്ന്. നിന്റെ അച്ഛനിരിക്കുന്ന കൊപ്പ മോളില് നിനക്കൊക്കെ കഴപ്പ്. കാരണം നീ ജീവനെ കണ്ടിട്ടില്ല. വെറും തെണ്ടിയാടോ അജേഷ്. പക്ഷെ നമ്മുടെ സ്പേസിലെല്ലാം നമ്മൾ പോരാടും. നിനക്കത് മനസ്സിലാവില്ല. നീയൊക്കെ പിച്ചാത്തി എടുത്തിട്ടോളൂ. മനുഷ്യനെ പോലെ ഒന്ന് പോരാടിയിട്ടില്ല. അതാ എടാ, നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്. നിന്നെ അന്വേഷിച്ച വീട്ടിൽ വന്നായിരുന്നു. ഒന്ന് രണ്ട് കുപ്പി മിലിറ്ററി കിട്ടിയിട്ടുണ്ട്. നാളെ രാത്രി ഞങ്ങൾ അതുമായിട്ട് അങ്ങോട്ട് വന്നാലോ എന്നാലേക്ക്. ആംബിയൻസ് പിന്നെ നിന്റെ തന്ത കൊണ്ടിത്തരുവാ. മര്യാദ നിന്നോട് എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. അതിന് നീ ഒന്നോടെ നല്ലോണം കുത്തണ്ടവരോടാ. പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് നീ പോകാവൂ. ഇല്ലെങ്കിൽ ഞാൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരോടാ. എന്റെ പൊന്നി വയ്ക്കാം. പറഞ്ഞില്ലായിരുന്നോടാ ഈ സ്വർണ്ണ ഈ കയ്യിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും. അജേഷാണോ? അജേഷ്